അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ചോദിച്ചാൽ എഴുതാനൊക്കെ എളുപ്പമാണ്. വർഷം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ജനറലായിട്ട് കുറച്ച് പോയിന്റുകൾ ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എംപ്ലോയ്മെൻറ്റ് കൂട്ടുക, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂട്ടുക, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുക, GDP കൂട്ടുക, എക്കണോമിക് സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർക്കുക. പിന്നെ അതുപോലെ വുമൺ എംപവർമെൻറ്റ്, അതുപോലെ പിന്നെ ഈ റീജിയണൽ ഇംബാലൻസ് കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാത്തിലേക്കും ഇങ്ങനെ ഷഫിൾ ചെയ്തിടാം. എന്നുവെച്ചാൽ നമ്മുടെ ഈ നോസ്ട്രഡാമസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോസ്ട്രഡാമസ് എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ടായിരുന്നു, ഭയങ്കര പ്രഡിക്റ്ററാണ്. അപ്പം ഈ ഇതിൽ ആരോ ഒരാൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു, എന്താണ് സാറേ താവോയിസം എന്നൊക്കെ ചോദിച്ച ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ചിലപ്പം നിങ്ങളിൽ പലരും നോസ്ട്രഡാമസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇദ്ദേഹം ഭയങ്കരമായ പ്രഡിക്ഷനൊക്കെ നടത്തിയ ഒരാളാണ്. ഇപ്പം നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. ഇദ്ദേഹം ഇങ്ങനെ ഈ വാതിലും ജനലെല്ലാം അടച്ചിട്ടിട്ട്, അത് അറിയില്ല കേട്ടോ, അങ്ങനെയാണ് അയാൾ പറഞ്ഞത്, ശരി എന്താ അറിയില്ല. എന്നിട്ട് റൂമെല്ലാം ബന്ധാക്കിയിട്ട് ഒരു നടുവിലൊരു മെഴുകുതിരി ഇങ്ങനെ കൊളുത്തി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അത്ര ഒരു മെഡിറ്റേഷൻ പോലെ ആകുമ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആശയങ്ങൾ കിട്ടുകയായിരുന്നു. മെസ്സേജ് എന്ന് പറയും, മനസ്സിലായല്ലോ. നമ്മൾ ഈ പല മതപുസ്തകങ്ങളിലൊക്കെ പറയില്ല, ഞാൻ ദൈവത്തിൻ്റെ സന്ദേശം കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ പോലെ ഈ നോസ്ട്രഡാമസിനും കുറേ മെസ്സേജുകൾ കിട്ടി. ഇദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു, ഈ മെസ്സേജുകളെല്ലാം ഷഫിൾ ചെയ്ത് ഓരോരോ നൂറ്റാണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തു. അവിടെ ഈ സമയത്ത് ഇന്നത് സംഭവിക്കും അവിടെ. പക്ഷേ ഇതെല്ലാം ക്ലിയറായിട്ട് വന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു അത്ഭുതം. അപ്പം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പക്ഷേ ഡേറ്റ് ഓർമ്മിപ്പിക്കുക. അതുപോലെ ഇന്ത്യ ചൈന വാറ്, ഇന്ത്യ പാകിസ്ഥാൻ വാറ്, ആ സമയത്തൊക്കെ നടന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഡ്രോട്ട്, ഇങ്ങനെയുള്ള ഈ വരൾച്ച, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമാണ് പ്ലാന് ഡിലേ ആയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ കുറേ പോയിൻറ്റ്സുകൾ മനസ്സിലുണ്ടെങ്കിൽ ഓരോരോ പഞ്ചവത്സര പദ്ധതിയിലേക്കും ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ പൂൾ ചെയ്താൽ മതി, ഈ പോയിൻറ്റുകളൊക്കെ എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ വരില്ല. ഇനി അപ്പോൾ നോസ്ട്രഡാമസിനൊക്കെ ഒന്ന് ഓർക്കുക, പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. വലിയൊരു സംഭവമായിരുന്നു അദ്ദേഹം. പിന്നെ ഇനി നമുക്ക് അടുത്തതുള്ളത് നീതി ആയോഗാണ്. നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ്. നീതി എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. അപ്പം ഈ മോദി ഗവൺമെൻറ് 2014 മോദി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണ്ടേ, കാരണം എത്രയോ കൊല്ലമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ചിന്ത വന്നിരിക്കാം. അതിൽ നിന്നാണ് നീതി ആയോഗിൻ്റെ ഒരു ഉൽപ്പത്തി. So, Niti Ayog is a government of India policy. It is a think tank established by Prime Minister Narendra Modi on 1st January 2014. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ നമ്മുടെ പ്ലാനിങ് കമ്മീഷനും അതുപോലെ പഞ്ചവത്സര പദ്ധതികളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെല്ലാം ഡിസോൾവ് ചെയ്തു, ഇതെല്ലാം പിരിച്ചു വിട്ടു. അതിന് പകരം ഇദ്ദേഹം നീതി ആയോഗ് എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പ്ലാനിങ് കമ്മീഷനെങ്കിലോ എന്നോ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളിൽ നിന്നൊന്നും ഇനി 2014 മുതൽ കേൾക്കുന്നില്ല. ഫുൾ നീതി ആയോഗാണ് സംഭവം. അപ്പോൾ നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. നീതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ഹിന്ദി വേർഡാണ്. നീതി എന്നാണ് തോന്നുന്നത്, പോളിസി എന്നാണ് അർത്ഥം. ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദി വേർഡാണ്, കമ്മീഷൻ. അപ്പം പോളിസിയും കമ്മീഷനും, അപ്പോൾ നീതി പറഞ്ഞ പോളിസി, ആയോഗ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ. ഇതാണ് നീതി ആയോഗായിട്ട് മാറിയത്. പിന്നെ നമ്മൾ നീതി NITI എൻ്റെ ഒരു ഫുൾ ഫോമായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. അപ്പം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇവർ നല്ല ക്ലിയർ ആക്കി, ഇത്തിരി തലച്ചോറ് ചെറിയ രീതിയിൽ തലച്ചോറെല്ലാം ഉള്ളവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെടുക്കണം. അപ്പം നീതി ആയോഗ് എന്ന് ഹിന്ദിയിലും പറയാം, നീതി ആയോഗ് എന്ന് ഇംഗ്ലീഷിലും പറയാം. രണ്ടിനും ഇവർക്ക് എന്തുണ്ട്, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനും ഉണ്ട്. ഓക്കെ, അപ്പം നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും വളരെ സൗഹാർദ്ദപരമായി പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നീതി ആയോഗ്, മനസ്സിലായല്ലോ. അപ്പം സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട്
സംസ്ഥാനങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നേടിയെടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുക, നീതി ആയോഗ് എന്ന് പറയുക. അപ്പം പഞ്ചവത്സര പദ്ധതികളിൽ എന്തായിരുന്നു അറിയോ, ഓരോ വർഷവും നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ നിന്ന് ഓരോരോ സംസ്ഥാനങ്ങൾക്ക് ഇത്ര കൊടുക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു വർഷം ഒരു സംസ്ഥാനത്തിന് കൂടുതൽ കൊടുത്താൽ മറ്റേ വർഷം വേറെ സംസ്ഥാനത്തിന് കുറവ് കൊടുക്കും. പിന്നെ അതിൽ കുറേ പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടകളും വരും. കാരണം ഈ ഏത് ഭരിക്കുന്ന പാർട്ടിക്ക് ഈ ഉള്ള സംസ്ഥാനങ്ങൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം മുന്നേയൊക്കെ അധികവും കോൺഗ്രസ് ആയിരുന്നല്ലോ. അപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതലായിട്ട് ബഡ്ജറ്റിൽ നിന്ന് പൈസ അനുവദിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഫെഡറൽ ഒരു എന്താ നമ്മൾ പറയുന്നത്, ഒരു കോഓപ്പറേഷനാണ്, ഫെഡറൽ കോഓപ്പറേഷൻ ബിറ്റ്വീൻ നമ്മുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അവർ ഒന്നിച്ചിരുന്ന് ഇരിക്കുന്നു, എന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഏതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാനത്തിന് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടില്ല, എന്താണ് SWOT അനാലിസിസ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ സ്ട്രെങ്ത് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റി, ത്രെട്ടൊക്കെ ഉണ്ടാവും സംസ്ഥാനങ്ങൾക്ക്. അപ്പം സംസ്ഥാനങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അതിന് കൂടുതലായിട്ട് ഫണ്ട് അനുവദിക്കുക എന്നുള്ളത്. അപ്പം കേരളത്തെ സംബന്ധിച്ച് നീതി ആയോഗ് വഴി കൂടുതലായിട്ട് ടൂറിസം ഡെവലപ്മെൻറ്റിനാണ് പൈസ കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിഷനിലൂടെ നോക്കുമ്പോൾ നീതി ആയോഗ് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മനസ്സിലായല്ലോ. അപ്പം കേരളത്തിന് ടൂറിസം മേഖലയിൽ, കാരണം ഇവിടെ കൃഷി കുറവാണ്, അപ്പോൾ കൃഷി കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ടൂറിസം മേഖലയിലുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ കൊടുക്കുക. ഇനി ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പം ഫണ്ട് കൊടുക്കുന്നത്. മുന്നേ ആണെങ്കിൽ നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഇത്ര എന്നായിരുന്നു. അതിൽ ആ സംസ്ഥാനങ്ങളുടെ സ്ട്രെങ്ത്തോ ഓപ്പർച്യൂണിറ്റി വീക്ക്നെസ് ഒന്നുമില്ല, അവർക്ക് പൈസ എങ്ങനെ അനുഭവിക്കും. ഇപ്പം അങ്ങനെയില്ല. അപ്പം ഈ സംസ്ഥാനങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള എലമെൻറ്റ്, അതിനാണ് ഇപ്പം പൈസ കൊടുക്കുന്നത്. ഓക്കെ, സോ നീതി ആയോഗ് ഈസ് എ ഹിന്ദി വേർഡ്. നീതി മീൻസ് പോളിസി, ആയോഗ് മീൻസ് കമ്മീഷൻ. ഓക്കെ, ഈ ഒരു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് തിങ്ക് ടാങ്ക് മിഷനാണ് നീതി ആയോഗ്. ഇറ്റ് ഈസ് എ തിങ്ക് ടാങ്ക് മിഷൻ ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. they will have a meeting together and they will discuss the elements of different states. ഓക്കെ, ഓരോ സ്റ്റേറ്റുകളിലും ഡിഫറെൻ്റ് ആയ എലമെൻറ്റുകൾ, ദാറ്റ് ഈസ് സ്ട്രാറ്റജിക്, ടെക്നിക്കൽ ആൻഡ് അതർ കീ എലമെൻറ്റ്സ് ഓഫ് ദ സൊസൈറ്റിയുടെ കീ എലമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു നോളജ്, ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണേറിയൽ ഹബ്ബാണ് ഏത് നീതി ആയോഗ്. ഓക്കെ, അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകൾ ഒന്നിച്ചിരിക്കുന്ന സമയത്തൊരു നോളജ് രൂപപ്പെടും. പിന്നെ ഇന്നൊവേറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ വരും, എൻ്റർപ്രണറിയൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് സപ്പോർട്ടുകളൊക്കെ വരും. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുന്നത്, അപ്പം നമുക്ക് അതിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാനേ കഴിയുള്ളൂ. ഓക്കെ, മുന്നേ നമ്മൾ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് പഠിച്ചിരുന്നത്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിച്ചത്. അപ്പോൾ ആ രീതിയിൽ മാത്രം ഇതിനെ നോക്കിക്കാണുക. അപ്പം എക്സ്പേർട്ടിൻ്റെ ഒരു കൊളാബറേഷനാണ്, ഓരോ സംസ്ഥാനങ്ങളിലെയും എക്സ്പേർട്ടുകളായ ആളുകളുടെ ഒരു കൊളാബറേഷനാണ് നീതി ആയോഗ്. അപ്പം ഒരുപാട് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ്, വികസനത്തിന് വേണ്ടി ഒരുപാട് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും നീതി ആയോഗിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന്, നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എല്ലാം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതുപോലെ ഗ്ലോബൽ ഏരിയയിൽ ഇന്ത്യ ഒരു ആക്റ്റീവ് പ്ലെയർ ആവുക എന്നുള്ളതാണ് വേറൊരു ലക്ഷ്യം. ഓക്കെ, ഇത് എത്രത്തോളം നേടിയെടുക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2014 ശേഷം 2020 വരെയുള്ള കാലഘട്ടങ്ങൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ത്യ എത്രത്തോളം വേൾഡിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ സിനാരിയോയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ആയിട്ടുള്ള എബിലിറ്റി, ഇന്ത്യ എത്രത്തോളം ഒരു ആക്റ്റീവ് പ്ലെയർ ആയിരുന്നു നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ അതുപോലെ മിഡിൽ ക്ലാസ്സിനെ ഒന്നുകൂടി വൈബ്രൻ്റ് ആക്കുക. മനസ്സിലായല്ലോ. അപ്പം ഈ വലിയ പൈസക്കാരും തീരെ പാവപ്പെട്ടവരും എല്ലാം മിഡിൽ ക്ലാസ് ആളുകളുണ്ട്, അവരുടെ കാര്യങ്ങളെ ഒന്നുകൂടി കാര്യങ്ങളെല്ലാം എൻഗേജ്ഡ് ആക്കിയിട്ട് അവരെ ഒന്നുകൂടി വൈബ്രൻ്റ് ആക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പദ്ധതികളാവും കൊണ്ടുവരിക. ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ എൻ്റർപ്രണറിയൽ, സയൻറ്റിഫിക് ആൻഡ് ഇൻ്റലക്ച്വൽ പൂളിനെ എന്താക്കുക, ഉഷാറാക്കുക. ഓക്കെ, ഉഷർ ദ എൻ്റർപ്രണറിയൽ, സയൻറ്റിഫിക് ആൻഡ് ഇൻ്റലക്ച്വൽ പൂൾ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് വേറൊരു ഒബ്ജക്റ്റീവാണ്.
അതുപോലെ NRI ആളുകളുണ്ടല്ലോ, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, വിദേശങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ ആൾക്കാർ, അവരുടെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രെങ്ത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അവർക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ട് അവരെയും കൂടി പോളിസികളുടെയൊക്കെ ഭാഗമാക്കുക. ഓക്കെ, അത് വേറൊരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ അർബനൈസേഷൻ വർദ്ധിപ്പിക്കുക. ഓക്കെ, അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. മോഡേൺ ടെക്നോളജിക്ക് ഉപയോഗിച്ച് നഗരവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. അപ്പം നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ നമ്മുടെ ഈ മെട്രോപൊളിറ്റൻ സിറ്റികളല്ലാതെ കുറേ ഡെവലപ്പിംഗ് ആയിട്ടുള്ള സിറ്റികളുണ്ട്. അവിടെ കൂടുതൽ 100 കോടി 200 കോടി എല്ലാം കൊടുത്തിട്ട് ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നു. പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ പദ്ധതികൾക്ക് ഓരോ പേരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് അത്ര അങ്ങോട്ട് ഓർക്കുന്നില്ല. അതായത് ഡെവലപ്പിംഗ് ആവുന്ന ടൗണുകളെ ഒന്നുകൂടി പ്രോഗ്രസീവ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നഗരവൽക്കരണം. അതുപോലെ കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗവേണൻസ് ഒന്നുകൂടി വർദ്ധിക്കും. അതുപോലെ ഈ അഡ്മിനിസ്ട്രേഷൻ ഒന്നുകൂടി സുതാര്യമാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നീതി ആയോഗിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഓർമ്മിപ്പിക്കുക, എൻ്റർപ്രണറിയൽ സയൻറ്റിഫിക് ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ഓഫ് ഇന്ത്യ, എൻ്റർപ്രണറിയൽ ഗ്രോത്ത്, അതുപോലെ അത് ഓർക്കുക. പിന്നെ പീപ്പിളിനെ ഓർക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇത്രയൊക്കെ മതി. ഓക്കെ.